അവസാനത്തെ ശ്വാസം അടക്കിയവരുമാണ് ശൈഖുനാ ശംസുൽ ഉലമാ. കാലം കണ്ട മഹാനരായിരുന്നു. ഇന്നും ആ മഹാനർ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങളെ പരിപാടി കാണുന്നുണ്ട്. ഔലിയാക്കന്മാർ എങ്ങനെയാണ്? അവർ ഞങ്ങളെ കൺമുമ്പിൽ നിന്നിട്ട് ബാഹ്യമായ നേതൃത്വത്തിൽ നിന്ന്, പിന്നെ കാഴ്ചയിൽ നിന്നിട്ട്, ഭൗതികമായ ഈ ലോകത്ത് നിന്നിട്ട് ഒരു ആത്മീയമായ ലോകത്തേക്ക് മാറി താമസിച്ചോ എന്നല്ലാതെ ഞങ്ങളെ പുത്തൻവാദികൾ പറയും പോലെ, ഇവിടെയുള്ള സലഫി വഹാബികൾ പറയും പോലെ ഒരിക്കലോടുകൂടി ഔലിയാക്കന്മാരുടെയോ മറ്റുള്ളവരുടെയോ കഴിവ് തീരുന്നില്ല. ഞങ്ങളെ പുത്തൻവാദികൾ പറയലുണ്ട് ഔലിയാക്കളും ചിലട്ടൊന്നും ഇല്ലേ ഇല്ല, തങ്ങന്മാറില്ല, ഔലിയാക്കന്മാരില്ല. ഏതോ ഒരു നീണ്ട താടി വെച്ചൊരു മൗലിയുടെ പ്രശ്നം കേട്ടിട്ടില്ലേ? തങ്ങന്മാരും ചെന്നൊരു കൂട്ടരേ ഇല്ല, ഇനി ഉണ്ടെങ്കിൽ എന്നെ ദീനുമായിട്ട് അവർക്കൊരു ബന്ധേ ഇല്ല. അതിൽ പാണക്കാട്ട് തങ്ങന്മാരെല്ലാം എടുത്തു പറയുന്നുണ്ട്. ചങ്ങായി മഹാനായ ഖലീൽ തങ്ങളല്ലോ. അതേ ചങ്ങായിന്റെ മറ്റൊരു പ്രസംഗത്തിൽ മുഞ്ഞാന്ന് കേട്ടോ, അതേ ചങ്ങായിന്റെ ഇത് കേൾക്കുമ്പോഴാ ഞങ്ങൾക്ക് ഇത് പറയേണ്ടി വരുന്നത്. അല്ലാതെ ഞങ്ങൾ ഇത്തരത്തിലുള്ള വിഭാഗ്യത പറയുന്നവരല്ല, മറ്റുള്ളവരുടെ ആശയങ്ങൾ പറയുന്നവരല്ല. അത് ഞങ്ങൾക്ക് ആവശ്യവുമില്ല. പക്ഷെ ഈമാന് തെറിച്ചു പോകുന്ന, ഇസ്ലാമിൽ നിന്ന് പോലും പുറത്തു പോകുന്ന വാക്കുകൾ അവരുടെ വായിൽ വരുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്. ഞാനൊരു വഹാബി, അതായത് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്നയാള്, പേര് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇന്നും അത് യൂട്യൂബിലുണ്ട്. പച്ച മലയാളത്തിൽ അയാൾ ലോകത്തോട് പറയുകയാണ്, അബൂജഹൽ ഇന്നത്തെ ജിഫ്രി തങ്ങളെക്കാളും നല്ല മുഅ്മിനാണെന്ന്. അബൂജഹല് മുസ്തഫായ നബി തങ്ങളെ ശത്രുവായിരുന്ന, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വലിയ ശത്രുവായിരുന്ന, പിന്നെ ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആ അബൂജഹല്, ലോകം മുഴുവൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയപ്പെടുന്ന അബൂജഹലിനെ കുറിച്ച് ഈ ചങ്ങായി പച്ചക്ക് സ്റ്റേജ് കയറിയിട്ട് പ്രസംഗിക്കുന്നത് എന്തറിയാ? ആ ചങ്ങായിക്ക് ഇന്നത്തെ സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങളെക്കാളേറെ നല്ല ഈമാൻ ഉണ്ടായിരുന്നു എന്നാണ്. അതായത് ജിഫ്രി തങ്ങളെക്കാളും നല്ലവൻ അബൂജഹലാണ് എന്ന്, ജിഫ്രി തങ്ങളെക്കാളും അബൂജഹലാവൂ എന്ന്. എങ്ങനെയുണ്ട് ഇവരുടെ പോക്ക്? ഒന്ന് ആലോചിച്ചു നോക്ക്. ഇതാണ് ഇവർ ലോക മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് വെച്ച് പുലർത്തുന്ന കാഴ്ചപ്പാട്. അല്ലെങ്കിലും ഞങ്ങളെ മൊത്തവും അവർ കാഫിറാക്കുകയാണല്ലോ, മുശ്രിക്കാക്കുകയാണല്ലോ. 1926 ജൂൺ മാസം 26 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇവിടെ രൂപീകരിക്കുമ്പോ അതിന്റെ പശ്ചാത്തല കാരണം എന്തറിയാ? സമസ്ത രൂപീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ബിദ്അത്ത് പൊട്ടിമുളക്കാൻ തുടങ്ങി. 1926 വരെ ഒരു പ്രശ്നമില്ല. ഏകദേശം 1300 കൊല്ലം വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, സഹാബത്തിന്റെ കാലം, താബീങ്ങളുടെ കാലം, പിന്നീട് അയിമ്മത്തിന്റെ കാലം, മഖ്ദൂമി പണ്ഡിതന്മാരുടെ കാലം, ആ കാലം വരെ ലോകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങളെ മലയാളക്കരയിൽ ഇല്ലേ ഇല്ല. എല്ലാവർക്കും ഖുത്ബ അറബിയിൽ തന്നെ, എല്ലാവരും കൈകെട്ടുന്നത് പൊക്കൾ നെഞ്ഞു പൊക്കളുടെ ഇടയിൽ തന്നെ, എല്ലാവർക്കും തറാവീഹ് 20 തന്നെ, എല്ലാരും മന്ത്രിച്ചിട്ട് ഊതലുണ്ട്, ഊതിപ്പിക്കലുണ്ട്, സിയാറത്തുണ്ട്, കുത്തുബിയത്തുണ്ട്, പെണ്ണുങ്ങ പള്ളിക്ക് പോവലില്ല, എല്ലാം ഉണ്ട്. ഏകദേശം ഒരു 100 കൊല്ലം പിന്നെ വന്നിട്ട് ചില അൽഫന്മാർ കെ.എം. മൗലവിയെ പോലെ, കെ.എം. മൗലവിയെ പഠിക്കാൻ ഞങ്ങൾ ആരുന്ന്, അദ്ദേഹത്തെ പോലെയുള്ളവര് ഇവിടെ വന്നിട്ട് പറഞ്ഞു സിയാറത്ത് ശിർക്കാണ്, തറാവീഹ് 20 ഇല്ല, മന്ത്രിക്കാൻ പാടില്ല, ഔലിയാക്കള് കറാമത്ത് എന്നൊരു കൂട്ടരില്ല, സംഗതിയേ ഇല്ല. ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും പള്ളിക്ക് പോണോ, ഖുത്ബ ഏത് ഭാഷയിലും ആവാ, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷ തന്നെയാണോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത പുതിയ പുതിയ വാദങ്ങളും വിശ്വാസങ്ങളും ചിന്തകളുമായി ഈ പുത്തൻവാദികൾ കടന്നു വന്നപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന മഹിതമായ പ്രസ്ഥാനം മഹാനരായ ഖുത്ബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. അതായത് ഈ ബിദഈകളെ കാരണം കൊണ്ട്, ഈ പുത്തൻവാദികളെ പ്രഭാഷണം കൊണ്ട്, അവരുടെ പ്രവർത്തനം കൊണ്ട്, ജൽപ്പനം കൊണ്ട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മുഅ്മിനീങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്, ഇബാദത്ത് ബെടക്കാവരുത്, പാരമ്പര്യ പ്രാമാണികമായ ആചാരങ്ങള് വികലമാകപ്പെടരുത് എന്ന് കരുതിയിട്ട് ഈമാൻ സംരക്ഷിക്കപ്പെടാൻ മുഅ്മിനിനൊരു കോട്ടയായിട്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ രൂപീകരിക്കുന്നത്.
അത് രാഷ്ട്രീയ പാർട്ടികളെ പോലെയുള്ള സംഘടനയല്ല സമസ്ത. ചില ആൾക്കാർ പറയലുണ്ട്, നീ അതാ നിനക്ക് ഫസ്റ്റ് അല്ല സമസ്തയാൻ. സമസ്ത തന്നെ ഫസ്റ്റ്. കാരണം അത് ദീനാണ്, അത് ഈമാനാണ്. സമസ്ത രൂപീകരിക്കപ്പെട്ടത് എവിടെ പാലം വെക്കണോ, എവിടെ ബ്രിഡ്ജ് വെക്കണോ, ഏത് പഞ്ചായത്തിൽ പെണ്ണ് മത്സരിക്കണോ, എത്ര വോട്ടിടണോ, ആർക്ക് വോട്ടിടണോ എന്ന് പറയാനല്ല സമസ്ത രൂപീകരിക്കപ്പെട്ടത്. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനാണ്, ഈമാനിനെ കാക്കാൻ വേണ്ടിയിട്ടാണ്. മുഅ്മിനായ മനുഷ്യന്റെ ഈമാനിനെ സംരക്ഷിക്കാൻ ഒരു കോട്ടയാണ് എന്നർത്ഥത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. അതിന്റെ രൂപീകരണ പശ്ചാത്തലം തന്നെ അങ്ങനെ. ഇന്നതൊരു വടവൃക്ഷമാണ്, ഇന്നത് വലിയൊരു വടവൃക്ഷമാണ്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കീഴിലായി എത്രയോ ആയിരക്കണക്കിന് മദ്രസകളുണ്ട്. 10-11,000-ഓളം വരുന്ന മദ്രസകൾ ലോകത്തിന്റെ മുഖമൂലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് പള്ളി ദർസുകളുണ്ട്, കോളേജുകളുണ്ട്, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അൽബിർ പോലെയുള്ള ഇംഗ്ലീഷ് മീഡിയം സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മതഭൗതിക സമന്വയ കേന്ദ്രങ്ങളുണ്ട്, വലിയ വലിയ കോളേജുകളുണ്ട്. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരേ ഒരു ഉദ്ദേശം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ടുള്ള ഒരേ ഒരു ഉദ്ദേശം, മുഅ്മിനായ മനുഷ്യന്റെ ഈമാന് കാക്കപ്പെടണം. മറ്റുള്ള മതക്കാർക്കിടയിലും ഈ നാട്ടിലെ സൗഹാർദ്ദം ഉണ്ടാക്കപ്പെടണം. ഇവിടെ അശാന്തി ഉണ്ടാകരുത്, ഇവിടെ പരസ്പരം വൈരാഗ്യത്തോടെ ജീവിക്കാനുള്ള ഇടവരരുത്, ഇവിടെ ഗുലുമാലോ കച്ചറയോ കൂടാൻ പാടില്ല. അതോടൊപ്പം മുഅ്മിനായ മനുഷ്യൻ അവന്റെ ഈമാന് കളങ്കമാകാതെ, അവന്റെ ആചാരങ്ങളോ വിചാരങ്ങളോ നഷ്ടപ്പെടാതെ, അതിൽ ബിദ്അത്തോ ലലാലത്തോ കയറിക്കൂടാതെ അവന്റെ ഈമാന് സംരക്ഷിക്കപ്പെട്ട നിലക്ക് ജീവിക്കണമെന്ന ഒരേ ഒരു ഉദ്ദേശത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. രൂപീകരണ കാലം മുതൽ ഇന്നോളം അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങള് കാലം കണ്ട മഹാന്മാരാണ്, ആലിമീങ്ങളാണ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളാണ്. ആരായിരുന്നു മഹാനായ ഖുതുബുസ്സമാൻ വറക്കൽ മുല്ല കോയ തങ്ങള്? എത്ര വലിയ ആള്! വറക്കൽ മുല്ല കോയ തങ്ങള് കണ്ണൂർ ഭരിച്ചിരുന്ന കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അരക്കൽ രാജവംശം, അരക്കൽ അലി രാജയുടെ നേതൃത്വത്തിൽ അരക്കൽ രാജവംശം, ആ രാജവംശത്തിന്റെ ഉപദേശകനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങള്. ഹൈദരാബാദ് ഭരിച്ചിരുന്ന നൈസാം ചക്രവർത്തിയുടെ ഉപദേശകനായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങള്. ബ്രിട്ടീഷുകാർ പോലും ഖാൻ ബഹദൂർ പട്ടം കൊടുത്തിട്ട് ആദരിച്ചു മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങള്. ദുആക്ക് ഇജാബത്തുള്ള മഹാനായിരുന്നു. ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സമീപിച്ച് സമാധാനം കണ്ടെത്തിയ മഹാനായിരുന്നു വറക്കൽ മുല്ലക്കോയ തങ്ങള്. തികഞ്ഞ ആലിമായിരുന്നു, യമനി പാരമ്പര്യമുള്ള മഹാനായിരുന്നു. സുബ്ഹാനല്ലാഹ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ട് തികഞ്ഞ ഭക്തന്മാരായ സ്വാധ്വീകരായ നിഷ്കളങ്കരായ നിഷ്കപടരായ സ്വാലിഹീങ്ങളായ 40 ആലിമീങ്ങളെ ചേർത്തിട്ട് മഹാനായ മുല്ലക്കോയ തങ്ങൾ സമസ്ത രൂപീകരിക്കുകയാണ്. അങ്ങനെ രൂപീകരിച്ചിട്ട് അവസാനം സമസ്തക്ക് വേണ്ടി, അതിന്റെ പ്രവർത്തകർക്ക് വേണ്ടി, അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി മഹാനായ മുല്ലക്കോയ തങ്ങള് 1 നൂറ്റാണ്ട് മിന്ന 40 മിനിറ്റോളം അല്ലാഹുവോട് ദുആരുന്നു. സമസ്ത രൂപീകരിച്ചിട്ട് ആലിമീങ്ങളെ മെമ്പർഷിപ്പ് എടുത്തിട്ട് 40 ആലിമീങ്ങളെ മുഷാവറ അംഗം തിരഞ്ഞെടുത്തിട്ട് മഹാനായ മുല്ലക്കോയ തങ്ങള് 3/4 മണിക്കൂറിലേറെ 40 മിനിറ്റിലേറെ അവിടെ നിന്ന് ദുആരുന്നിട്ട് അവസാനം ദുആരുന്നത് എന്തറിയാ? പടച്ച റബ്ബേ, ഈ സംഘടനയുടെ അവസാനത്തെ നേതൃത്വം മഹദി ഇമാമിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുല്ലക്കോയ തങ്ങളെ ദുആ അത് ചെറിയ മഹാനല്ല. കടലിനോട് നീ എവിടെയായിരുന്നോ അവിടേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി അനുസരിക്കുന്നത് പോലെ കടലമ്മ നീങ്ങിപ്പോയ ചരിത്രമുണ്ട്.
കോഴിക്കോട് പുതിയങ്ങാടി കടപ്പുറത്ത് വരക്കൽ കടപ്പുറത്ത് പണ്ടൊരിക്കലതാ കടലമ്മ ആർത്തട്ടഹസിച്ചു കരകവിഞ്ഞൊഴുകി കടപ്പുറം അങ്ങ് ഇളകി മറിഞ്ഞു കടലമ്മ തീരമണഞ്ഞു ഒരുപാട് ജനങ്ങളുടെ കുടിലത കടലമ്മ എടുത്തുകൊണ്ടുപോയി ജനങ്ങളുടെ ജീവിത മാർഗമായിരുന്ന വലയും തോണിയും വഞ്ചിയും ബോട്ടുമെല്ലാം കടല് കൊണ്ടുപോയി പാവപ്പെട്ട ജനങ്ങള് കടപ്പുറത്ത് ജീവിക്കുന്ന ജനങ്ങള് മീൻപിടുത്തക്കാരടക്കമുള്ള ജനങ്ങൾ വന്നിട്ട് മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞു അത്ര തങ്ങള് ഞങ്ങളെ ജീവിതം വളരെ കട്ടപ്പാടിലായി ഞങ്ങളെ മക്കള് പട്ടിണിയിലാണ് ഞങ്ങളെ കുടില് മുഴുവനും കടല് കൊണ്ടുപോയി കടലമ്മ വല്ലാത്ത കോപത്തിലാണ് ആർത്തട്ടഹസിച്ചു വരുന്ന തിരമാലകളാണ് കടലിലേക്ക് പോകാനോ വരാനോ കഴിയുന്നില്ല ഞങ്ങളെ തോണിയും വഞ്ചിയും വലിയുമെല്ലാം കടലമ്മ കൊണ്ടുപോയി ഞങ്ങളെ വീടാര പട്ടിണിയിലാണ് മുഴുപട്ടിണിയിലാണ് കടലമ്മ ഒരുപാട് കയറി വന്നിട്ടുണ്ട് എന്നാ ജനങ്ങളെ മുല്ലക്കോയ തങ്ങളോട് പറഞ്ഞ നേരം മഹാനരായ കുത്തുബുസ്സമാന മുല്ലക്കോയ തങ്ങള് ആ നാട്ടുകാർ പരാതി പറഞ്ഞ നാട്ടുകാർ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തങ്ങളെ മുമ്പിൽ വന്നിട്ട് ആ പരാതി പറഞ്ഞ ആ നാട്ടുകാരുടെ കയ്യും പിടിച്ച് മഹാനായ മുല്ലക്കോയ തങ്ങള് കടപ്പുറത്തേക്ക് ചൊല്ലുന്നു എന്നിട്ട് കടലിന്റെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് കടലിനോട് തങ്ങൾ ചോദിച്ചു അത്ര കടല് നീ ആദ്യമുള്ള സ്ഥലത്തേക്ക് തന്നെ നീങ്ങിപ്പോകണം ഇവിടെ വേണ്ട അങ്ങോട്ട് പോ മാറിപ്പോ നീങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോ ഒരു കുട്ടി ഉമ്മയെ അനുസരിക്കുന്നത്